നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ മത്സരിക്കാനെത്തുന്ന എല്ലാ കുട്ടികൾക്കും നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ റൗണ്ട് വജ്രവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തില് വജ്രവ്യൂഹത്തിന് വേണ്ടിയിട്ട് ഞാനും ഈ വേദിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം ശ്രീ മഹർഷി വിദ്യാലയം പട്ടാമ്പി. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ പല്ലാവൂർ. അങ്ങനെ 4 പേര് എത്തിക്കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ സബ്ജക്ട് എന്താ? ടോപ്പിക് എന്താണ്? ആരാ പറയാ? നിഷേധിക്കപ്പെട്ട നീതി, നിഷേധിക്കപ്പെട്ട മാതൃത്വം, കർണനോട് നീതി പുലർത്തുന്നതിൽ ഇതിഹാസത്തിലെ സാമൂഹ്യ വ്യവസ്ഥകൾ പരാജയപ്പെട്ടോ. അതാണ്. ഓ, ഇത്രയും പറയാൻ തന്നെ ഇത്രയും സമയം എടുത്തു. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കടുകട്ടിയായിട്ടുള്ളൊരു എന്താ പറയാ വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടിക്കൊണ്ടുള്ള എന്തൊക്കെയോ പെർഫോമൻസുകളൊക്കെയാണ് വരാൻ പോകുന്നതുകൊണ്ട് അല്ലേ? ആണ്. അതെ. ഓ, വെരി നൈസ്. റെഡിയാണ്. അനുകൂലിച്ചിട്ട് പറയാൻ പറഞ്ഞാലും പ്രതികൂലിച്ച് പറയാൻ പറഞ്ഞാലും റെഡിയാണ്. ഒരു സംശയങ്ങളും ഇല്ല. ഏത് ഇന്നത് കിട്ടണം എന്നോ അനുകൂലിച്ച് കിട്ടണം ഒന്നുമില്ല. നമുക്കിതൊന്നും ഒരു മാറ്ററേ അല്ല. നമുക്ക് എന്ത് പറയുന്നത് അല്ലേ, വെള്ളം പോലെ പറയും. അത്രയും കോൺഫിഡൻസ് ആണ്. അപ്പം ഈ ഒരു റൗണ്ടിന്റെ റൂൾസ് എന്തൊക്കെയാണെന്നറിയോ? റൂൾസ് കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് 7 മിനിറ്റ് ആണ് ഈ ഒരു സംവാദത്തിൽ ഏർപ്പെടാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അതിൽ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊരു മണിയടി കേൾക്കും. അതിൻ്റെ അർത്ഥം ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ 2 മിനിറ്റിനകത്ത് നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചതോ മറന്നതോ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പറയേണ്ട സമയമാണ്. പിന്നെ ഒരു ഡിബേറ്റ് ആണെങ്കിൽ പോലും ഒരുപാട് വഴക്കുണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താണോ അത് ഓപ്പോസിറ്റുള്ള ടീമിനും ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക ഓരോ പോയിന്റ്. പിന്നെ മാക്സിമം പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ആവാനായിട്ട്. മാക്സിമം 7 മിനിറ്റിനകത്ത് എല്ലാ പോയിന്റ്സും പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏകദേശം റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ്. ഇനി ഇതിൽ മാർക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 40 പോയിന്റ്സ് വരുന്നത്. അതിൽ ലക്ഷ്മി ടീച്ചർ 20 പോയിന്റിലും ബാക്കി 2 പേരും 10 പോയിന്റിലും ആയിരിക്കും മാർക്ക് തരുന്നത്. എല്ലാം ക്ലിയർ അല്ലേ? ഇനി നിങ്ങളിൽ ആരാണ് ഒരു ടോപ്പിക്കിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ സ്വാമിജിയാണ് തീരുമാനിക്കുക. സ്വാമിജിയുടെ മുമ്പിൽ അവിടെ ഒരു ബൗൾ ഇരിപ്പുണ്ട്. അതിനകത്ത് 2 സ്കൂളുകളുടെയും പേരുള്ള ചിറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ആരുടെ പേരാണോ നറുക്കിൽ കിട്ടുന്നത് ആ സ്കൂളുകാർ അനുകൂലിച്ചാണ്, അതായത് ഈ ടോപ്പിക്കിന് അനുകൂലിച്ചും രണ്ടാമത്തെ ടീം പ്രതികൂലിച്ചുമായിരിക്കും സംസാരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? നമുക്ക് ആദ്യം നോക്കിയാലോ ആരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടതെന്നൊക്കെ. സ്വാമിജി, ചിന്മയ വിദ്യാലയം പല്ലാവൂർ പാലക്കാട്. ഓക്കെ, ചിന്മയ വിദ്യാലയം നിങ്ങളാണ് ഈ പോയിന്റിന് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. ഇനി രണ്ടാമത്തത് ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി പാലക്കാട്. നിങ്ങളാണ് പ്രതികൂലിച്ച് സംസാരിക്കേണ്ടത്. എല്ലാം ക്ലിയർ അല്ലേ? നിങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ ലക്ഷ്മി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ കടുകട്ടി വാക്കുകൾ കൊണ്ട് അമ്മാനമാടും. അതുകൊണ്ട് എന്നെ കൊണ്ട് കടുകട്ടി ആശയങ്ങൾ കൊണ്ടും. അതെ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയി വിശ്രമിക്കും. അതെ, ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് വരാം. അപ്പൊ ടീച്ചർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിഹാസകാരന്റെ വളരെ സവിശേഷമായ ഒരു പാത്ര സൃഷ്ടിയാണ് കർണൻ. കർണന്റെ ജന്മം മുതൽ കർണന്റെ ജീവിതത്തിൽ പിന്തുടരുന്ന ചില ഭാവങ്ങളുണ്ട്. ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാമോ എന്ന് തോന്നുന്ന ഭാവമുണ്ട്. ദുർവിധി എന്ന് തുടങ്ങുന്ന ഭാവങ്ങളുണ്ട്. പക്ഷേ ഇതിഹാസകാരന്റെ നിലപാട് എന്താണ് കർണന്റെ പാത്ര സൃഷ്ടിയിൽ? നമ്മുടെ ചർച്ച ആരംഭിക്കുമ്പോൾ നമ്മുടെ വിഷയത്തെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ധാരണയുണ്ട്. ഇതിഹാസത്തിലെ സാമൂഹ്യ വ്യവസ്ഥ എന്താണ്? കർണന് നിഷേധിക്കപ്പെടുന്ന നീതി, കർണന് നിഷേധിക്കപ്പെട്ട മാതൃത്വം, കർണനോട് നീതി പുലർത്താൻ ഇതിഹാസത്തിലെ സാമൂഹ്യ വ്യവസ്ഥ പരാജയപ്പെട്ടോ എന്നാണ് ചോദ്യം. നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഇതിൽ സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയം ആരംഭിക്കുന്നു. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ഭയന്നാണ് കുന്തി കർണനെ നദിയിൽ ഒഴുക്കാൻ തീരുമാനിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭം ധരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് കുന്തി
കടുങ്കൈ ചെയ്തത്. മാത്രമല്ല കുന്തി ഇത് മറച്ചു വെച്ചത് തൻ്റെ വളർത്തച്ഛനായ കുന്തിഭോജനും അച്ഛനായ ശൂരസേനനും ദിവ്യമന്ത്രം നൽകിയ ദുർവാസാവ് മഹർഷിക്കും സൂര്യഭഗവാനും അപകീർത്തി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചാണ്. ഇവിടെ കുന്തി സൂര്യഭഗവാനോട് കർണന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. കവചകുണ്ടലങ്ങളോടെയാണ് കുട്ടി ജനിച്ചത്. അതുകൊണ്ട് കുന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു ദിവ്യജന്മമായ ഈ കുട്ടി അവന്റെ അച്ഛനാൽ സംരക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന്. കുന്തിയുടെ നിസ്സഹായാവസ്ഥയാണ് സൂചിപ്പിച്ചത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സുഹൃത്ത് പറഞ്ഞു കുന്തി നദിയിൽ ഒഴുക്കി വിടുകയാണ് ചെയ്തതെന്ന്. കുന്തി ഒരിക്കലും ഒഴുക്കി വിട്ടിട്ടില്ല. കുന്തി അവിടെ സൂര്യദേവനിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സർവ്വയിടത്തും കിരണങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന സൂര്യദേവൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് കുന്തിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യദേവൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപേക്ഷിക്കുക എന്ന വാക്കിന്റെ അതാണ് അവിടെ വ്യവസ്ഥയില്ലാത്തത്. കാരണം ഒരിക്കലും കുന്തി അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. മറിച്ച് നമ്മുടെ നിരൂപണത്തിന്റെ തെറ്റാണ്, നാം കാണുന്ന കണ്ണുകളുടെ തെറ്റാണ് ഉപേക്ഷിക്കുക എന്ന വാക്ക് നമ്മളെ പ്രയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഉപേക്ഷിക്കുക അല്ല സുഹൃത്തെ, മറിച്ച് സൂര്യദേവന്റെ കയ്യിൽ ആദിത്യ കിരണങ്ങളോടുകൂടി സർവ്വജ്വലിക്കുന്ന ആ സൂര്യകിരണങ്ങളുടെ രശ്മിയിൽ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുന്തിക്കുണ്ടായ ഒരു കുട്ടികൾക്കും ഇതുപോലെയുള്ള കവചകുണ്ടലങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദിവ്യജന്മമായി കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. കവചകുണ്ടലങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ കുന്തിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? കാരണം കുന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് സൂര്യഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന്. അതുകൊണ്ടാണ് കുന്തി അവിടെ സൂര്യഭഗവാനാൽ സൂര്യദേവൻ സംരക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സുഹൃത്ത് അതിനോട് അനുകൂലിക്കുന്നു. സൂര്യദേവൻ സംരക്ഷിച്ചു, പിന്നെന്തിനാണ്? പിന്നെ മാതാവിന് അവിടെ എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ആശയം ഈ വ്യവസ്ഥ പരാജയപ്പെട്ടു, കർണന് സംരക്ഷണം ലഭിച്ചില്ല എന്നാണ്. അതിന് ശക്തി ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കൂ. കുന്തി എന്തുകൊണ്ടാണ് കർണനെ ഒഴുക്കിവിടാൻ തീരുമാനിക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പലയിടങ്ങളിൽ, കുന്തിയുടെ ഇടത്ത് മാത്രമല്ല പലയിടത്തും കർണന് നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ്? കാരണം കുന്തിക്ക് കർണനെ കിട്ടിയത് കുന്തി ചെറുപ്രായത്തിലാണ്. അത് പറഞ്ഞാൽ ഒരു കുമാരി ആ സമയത്തായിരുന്നു കുന്തിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ സമയത്ത് ചെയ്തു വെച്ചത് വലിയ തെറ്റായിട്ടാണ് കണക്കാക്കിപ്പെട്ടിരിക്കുന്നത്. അത് കാരണം ആ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് കർണനെ ഒഴുക്കി വിട്ടത്. ഒരു പുത്രനുള്ള സ്ത്രീ പാണ്ഡു വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിലും നമ്മൾ തയ്യാറാകുമോ? ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു കർണനെ, അതായത് ആ ഒരു സാമൂഹിക വ്യവസ്ഥ കൊണ്ടാണ് ഉപേക്ഷിക്കുകയല്ല ഏൽപ്പിക്കുക, അതാണ് ചെയ്തെന്നാണ് സുഹൃത്ത് സമർത്ഥിച്ചത്. പക്ഷേ പിന്നീട് അതായത് കർണനും കുന്തിയുമായിട്ടുള്ള സംയമനത്തിൽ പറയുന്നുണ്ട്, കർണന്റെ വിഷമങ്ങൾ പറയുന്നുണ്ട്. അല്ലയോ മാതാ, ക്ഷത്രിയനായിട്ട് പോലും എനിക്ക് ക്ഷത്രിയ ധർമ്മങ്ങൾ കിട്ടാതെ പോയത് മാതാവായ കുന്തി ദേവി കാരണമാണ്. എന്റെ ഹിതം അനുസരിച്ച് അമ്മ അന്ന് തന്നെ പ്രവർത്തിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഗതി എനിക്ക് വരില്ലായിരുന്നു എന്ന് കർണൻ തന്നെ പറയുന്നുണ്ട്. ക്ഷത്രിയന്റെ യശസ്സാണ് സുഹൃത്തെ അവിടെ നശിപ്പിക്കപ്പെട്ടത്. ഇതെങ്ങനെയാണ് നീതിയായി തീരുക? ഗാന്ധാരിയുടെ മാതൃത്വവും പരാജയപ്പെട്ടത് ഇവിടെ തന്നെയല്ലേ? മക്കളുടെ അന്യായ പ്രവൃത്തി കണ്ട് തിരുത്തേണ്ട മാതാവ് ഇവിടെ വിഷയം അതല്ലല്ലോ. കർണന് നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കൃത്യമായ പോയിന്റുകൾ ഉണ്ടാവും. കർണന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാതൃത്വം മാത്രമല്ല, പലയിടങ്ങളിൽ പരശുരാമന്റെ അടുത്ത് നിന്ന്, രാജാധികാരത്തിന്റെ അടുത്ത് നിന്ന് പലയിടത്തും മാറി നിൽക്കൂ. പാഞ്ചാലി നിഷേധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് പോയിന്റ് ആക്കാവുന്നതാണ്. കുന്തിക്ക് കർണനോടുള്ള മാതൃവാത്സല്യം പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും കുന്തി അത് പ്രകടിപ്പിക്കാതിരുന്നത് സാമൂഹ്യ വ്യവസ്ഥയെ ഭയന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന് കർണന്റെ ആയുധ പരീക്ഷാ സമയത്ത് ദ്രോണാചാര്യരുടെ മുന്നിൽ കർണൻ അപമാനിക്കപ്പെട്ടു. അപ്പോൾ കുന്തിക്ക് പറയാമായിരുന്നു, കുന്തിക്ക് അതിനെതിരെ വാക്കുകൾ ഉയർത്താമായിരുന്നു. ശക്തമായ പോയിന്റാണ് ഇവർ സംസാരിച്ചത്. എന്തുകൊണ്ട് കുന്തി നിശബ്ദയായി? കുന്തി അവിടെ മൗനം ഭഞ്ജിക്കാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് സത്യം അപ്രിയം. അപ്രിയ സത്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. പ്രിയം ച നാനൃതം ഭൂയാത് ധർമ്മ സനാതന. അവിടെ കുന്തി ദേവിക്ക് അപ്രിയ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും നാം പഠിച്ചിട്ടുള്ള പാഠം എന്താണ്? അപ്രിയ സത്യങ്ങൾ പറയരുത്. ഇവിടെ കുന്തി ദേവി ആ അപ്രിയ സത്യങ്ങൾ പാലിക്കുകയാണ് ചെയ്തത്. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? കുന്തി അതോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ? അമ്മയല്ലേ ആദ്യത്തെ ഗുരു. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി മക്കളെ നേർവഴിയിലൂടെ നടത്തേണ്ട മാതാവ് ഇവിടെ സ്വന്തം കുട്ടിയുടെ ജീവനെ പോലും കാര്യമാക്കാതെ അതിനീചമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾ കൃത്യമായി ഇനി 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞത് സമർത്ഥിക്കൂ. കർണനെ തന്റെ മാതൃത്വത്തിൽ നിന്നും മാതാവായ രാധ നോക്കിയിട്ടുണ്ട്. രാധയ്ക്ക് കർണനെ പാലൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദിത്യദേവന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. പിന്നെ അത് കുട്ടികളില്ലാത്ത രാധയ്ക്ക് അല്ലെങ്കിൽ ഒരിക്കലും പാലൂട്ടാൻ അത് സാധിക്കില്ലായിരുന്നു. തെളിയിക്കുന്ന വസ്തുത എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കർണപർവത്തില് നാം പഠിക്കുന്നുണ്ട് അതായത് കൃഷ്ണനും കർണനും തമ്മിലുള്ള ആ ഒരു സംയോഗത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണൻ പറയാണ് പാണ്ഡവ പക്ഷത്ത് ചേരൂ കർണ എന്ന്. ഒരുപാടധികം പ്രലോഭനങ്ങള് ശ്രീകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് കർണന് നേരെ വരുന്നുണ്ട്. അപ്പൊ കർണൻ പറയുന്ന ഉത്തരമാണ് ശ്രീകൃഷ്ണനെ യോദ്ധാവും നേതാവും അർജുനനെ യോദ്ധാവുമായി കിട്ടിയ യുധിഷ്ഠിരൻ തന്നെ രാജ്യം ഭരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന്. പിന്നീട് പറയുന്നുണ്ട് സ്വന്തം മാതാപിതാക്കൾ ഞങ്ങൾ ഇവിടെ സമർത്ഥിക്കുന്ന രാധയും അതുപോലെ തന്നെ അധിരഥനെയും ഒരിക്കലും എനിക്ക് വിട്ട് പിരിഞ്ഞു പോരാൻ സാധിക്കില്ല. അവരുടെ പക്ഷേ ഈ ഉദകങ്ങൾ സാമൂഹ്യ ചെയ്യേണ്ടത് വ്യവസ്ഥ- ഞാനാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളൂ. പക്ഷേ ഈ സാമൂഹ്യ വ്യവസ്ഥ മഹാഭാരതത്തിലെ മിക്ക സ്ത്രീകളുടെയും ജീവിതത്തിൽ സങ്കടം മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് കർണന്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യൂ. കർണന്റെ കാര്യം ഫോക്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യൂ. കർണനെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. കൺക്ലൂഡ്. കർണന് ഒരിക്കലും മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. കർണന് മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കുന്തി കർണനെ സംരക്ഷിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. കർണനെ കുന്തി. രാധ സംരക്ഷിച്ചിട്ടുണ്ട്. കർണന്റെ എന്നാലും അമ്മയായിരുന്നു. അപ്പോൾ കർണൻ കർണന് രാധേയനാണ്. കർണനെ നഷ്ടപ്പെട്ടത് അവന്റെ രാധാപുത്രനാണ്. ബാല്യകാലം കർണന് അല്ലേ? മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല. മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന വളരെ ശക്തമായ ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കർണന് അവന്റെ ബാല്യകാലമാണ് നഷ്ടപ്പെട്ടത്. ഒരു കുട്ടി എന്ന് പറയുന്നത് അവനെ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചു നടക്കാൻ പറ്റുന്നത് അവന്റെ ബാല്യകാലത്തല്ലേ. അപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ബാല്യകാലമല്ലേ. അത് കുന്തി ഈ ചെയ്ത ഈ അതിനീചമായ കൃത്യം കൊണ്ടല്ലേ കർണന് ആ ബാല്യകാലം നഷ്ടപ്പെട്ടത്. കർണൻ ഹസ്തിനപുരിയിൽ മറ്റുള്ളവരുടെ കൂടെ കളിച്ചു ചിരിച്ച് കർണന് ബാല്യകാലം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹസ്തിനപുരിയിൽ മറ്റ് രാജാക്കന്മാരുടെ കൂടെയാണ് കർണൻ വാണിരുന്നത്. എല്ലാവിധ ആയോധന കലകളും പഠിച്ച് തന്നെയാണ് കർണൻ ഒരു വളർന്നിട്ടുള്ളത്. വീരനായിട്ട് തന്നെയാണ് കർണൻ വാണിരുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഇന്നും ഉജ്ജ്വല കഥാപാത്രമായി കർണൻ നാം ഇവിടെ നിലകൊള്ളുന്നത്. വാഗ്വാദം തീർച്ചയായും നടത്തുന്നില്ലേ? വളരെ ശക്തമായ ആശയങ്ങളാണ് സംസാരിക്കപ്പെട്ടത്. കർണന് നിഷേധിക്കപ്പെട്ട നീതി അത് എക്കാലത്തും പ്രസക്തമായ ഒരു ചോദ്യമാണ്. കർണന് നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന ശക്തമായ വാദത്തോടൊപ്പം തന്നെ കർണൻ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട ബാല്യത്തെക്കുറിച്ച് അരക്ഷിതാവസ്ഥയെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്കും അവതരിപ്പിക്കാൻ സാധിച്ചു. വളരെ നല്ല ചർച്ചയായിരുന്നു. ചർച്ചയിൽ രണ്ടുപേരും ഒരേപോലെ കത്തിക്കയറി ചർച്ച നടത്തി. വളരെ നല്ല അവതരണം. നമുക്ക് വരദയെ വിളിക്കാം. വരദ വന്നാലേ നിങ്ങളൊന്ന് സമാധാനമാവുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു വരദയുടെ പിള്ളേര്? എല്ലാവരും എന്റെ പിള്ളേരാണല്ലോ. ഇവിടെയുള്ള എല്ലാവരും എന്റെ പിള്ളേരായതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഈ പറയുന്ന പോലെ വാചക കസർത്തുകൾ ഞാൻ പക്ഷെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇടയ്ക്കെപ്പോഴൊക്കെയോ നമ്മളുടെ പക്ഷം മറന്നുപോയി എന്ന് എനിക്കൊരു സംശയം. അതുണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യം, ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെയും ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു തരത്തിലൊരു ഒരു മിനിറ്റ് വിട്ടുതരുന്നില്ല, ഒരു സെക്കൻഡ് വിട്ടുകൊടുക്കില്ല. അവര് നീതിശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പൊ അതേപോലെ തന്നെ എന്താ പറയാ, ടീച്ചർ ആവുമ്പോഴേ ആ ഒരു നാണയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞ ചേച്ചി കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയും ഓ ശരി കണ്ടിന്യൂ എന്ന് പറയേണ്ട അവസ്ഥയാണ്. എന്തായാലും താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. സന്തോഷം. അപ്പൊ എന്തായാലും ഇനി നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചാലോ സ്വാമിജി? ഏതായാലും മഹർഷി കുട്ടികൾ നല്ലവണ്ണം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ചിന്മയ വിദ്യാലയവും പറഞ്ഞു, പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞത് അതേ ഭീഷ്മർ, അവഹേളിച്ച അതേ ഭീഷ്മർ തന്നെ കർണനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല. നീ നല്ല കഴിവുള്ളവനാണ്, നീ സൂര്യ തേജസ്സിനിലുണ്ട്, വാഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്. ഇല്ല ശരിയല്ലേ സാറേ? അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമഗ്രതയിൽ കാണുമ്പോൾ നമ്മൾ രണ്ടു വശവും കാണും. ശരി, ഏതായാലും നിങ്ങളുടെ വാദങ്ങളെല്ലാം വളരെ ഉജ്ജ്വലമായിട്ട് നടന്നു. അത് പ്രത്യേക അനുമോദനം. അവിവാഹിതയായിട്ടൊരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞാൽ ലോകം തീർച്ചയായിട്ടും അവരെ നിന്ദിക്കും, അവരെ തള്ളും, അവരെ ചിലപ്പം വിവാഹത്തിന് പോലും അവരെ സമ്മതിക്കില്ല. ഇന്നത്തെ വ്യവസ്ഥ അങ്ങനെയാണ്. ഇതിൽ നിന്നും വലിയ വ്യത്യസ്തതയില്ലായിരുന്നു അന്നത്തെ ലോകവും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവ്യജന്മമായതുകൊണ്ട് അതിനൊരു സവിശേഷതയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അർജുനനേക്കാൾ കേമനാണ് കർണൻ. അതുകൊണ്ട് അർജുനോട് പ്രത്യേകം താക്കീത് കൊടുക്കുന്നുണ്ട്,
നീ കർണനെ സൂക്ഷിക്കണം, കർണനൊരു വ്രതമെടുത്തിട്ടുണ്ട് നിന്നെ വധിക്കുമെന്ന്. അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, നിന്നെ അല്ലാതെ വേറെ ഒരു പാണ്ഡവനെയും ഞാൻ വധിക്കില്ല എന്ന് അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർണനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും പറയുന്നു. ഏതായാലും ആ മഹത്വമാർന്ന ജന്മം, ആ മഹത്വം മുഴുവൻ പല വിധത്തിലും ആ ജന്മത്തിന് ആസ്വദിക്കാൻ സാധിച്ചില്ല. കർണന് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ദുര്യോധനൻ്റെ സഹായം കൊണ്ടാണോ ഒരു രാജപദവി തന്നെ കിട്ടിയത്. അതിനെയും ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ദുര്യോധനൻ അധർമ്മിയാണ്. ആ അധർമ്മി കൊടുത്ത രാജ്യമാണ് ഇദ്ദേഹം. അപ്പം പിഴവുകൾ, ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു പിഴവ്, അമ്മയുടെ അപക്വത കൊണ്ടിട്ടായിട്ട് ഒരു പിഴവ് മറ്റു പല പിഴവുകളിലേക്കും അത് നയിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു കർണൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും രണ്ട് കൂട്ടരുടെയും രണ്ട് വിഭാഗക്കാരുടെയും പ്രത്യേകിച്ച് മഹർഷി ഇവിടെ ആ വാദമുഖങ്ങൾ വളരെ അഭിനന്ദനീയങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നന്ദി സ്വാമിജി. സർ, മഹാഭാരതത്തിൽ ഇന്ന് ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറിയിരുന്ന കർണൻ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഈ കർണനെക്കുറിച്ചുള്ള ചിന്തകൾ പല വഴി കൂടി വ്യാപരിച്ചു പോകുന്നത്. അത് ഈ രണ്ട് സ്കൂളിലെ കുട്ടികളും നന്നായി തന്നെ മഹാഭാരതം പഠിച്ച് അതിൻ്റെ പൂർവ്വകഥകളും പിന്നുള്ള കഥകളും ഒക്കെ അറിഞ്ഞ് തന്നെ അവരുടെ കഴിവനുസരിച്ച് നന്നായിട്ട് അത് പ്രതിഫലിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തെ ബലവത്തായി അവതരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. മഹാഭാരതം പഠിച്ചു മാത്രമല്ല, അവരതിൽ നിന്ന് കണ്ടെത്തി ഉണ്ടാക്കിയെടുത്ത കുറേ ആശയങ്ങളുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ആ ആശയങ്ങളെ അവർക്ക് നന്നായിട്ട് ശക്തിമത്തായിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഡിബേറ്റ് ഇപ്പോഴാണ് ശരിക്കും ഡിബേറ്റിന് മട്ടിലേക്ക് വന്നു ചേർന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. രണ്ട് കൂട്ടർക്കും നല്ല അഭിനന്ദനങ്ങൾ. പിന്നെ ഈ കർണനെക്കുറിച്ച് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയും നീതിയുമല്ല ഇന്ന് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അന്നത്തെ മഹാഭാരത വ്യവസ്ഥകൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാകത്തിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം നമ്മൾ. അതാണ് ചെയ്യേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു അപകടമേ അല്ല. കാരണം കുന്തിക്ക് കിട്ടിയ മന്ത്രം പരീക്ഷിക്കാൻ വേണ്ടി സൂര്യനെയാണ് അവിടെ വിനിയോഗിച്ചത്. സൂര്യൻ്റെ തേജസ്സിൽ നിന്ന് ആണ് ഒരു കുട്ടിയെ ഉണ്ടാകുന്നത്. കുന്തി ലൈംഗിക വേഴ്ച കൊണ്ട് പ്രസവിച്ചുണ്ടായതല്ല ഈ കർണൻ. ഇന്ന് അങ്ങനെ ധരിച്ചിട്ടാണ് ഈ ആക്ഷേപം മുഴുവൻ പറയുക. അങ്ങനെയല്ല, സൂര്യ തേജസ് കൊണ്ട് വരദാനമായി കിട്ടിയ പുത്രനാണ്. അതിനെ ഈ പുഴയിൽ ഒഴുക്കാൻ കാരണം അതുകൊണ്ടല്ല. കാരണം എല്ലാ ദിവസവും സൂര്യൻ തൻ്റെ രശ്മികൾ ഈ പുഴയിലും സമുദ്രത്തിലും നദിയിലുമുള്ള വെള്ളത്തിൽ നിന്നും വെള്ളത്തെ ആഗിരണം ചെയ്തിട്ടാണ് അത് മുകളിലേക്ക് കൊണ്ടുപോയി മഴയാക്കി ഭൂമി പൊഴിക്കുന്നത്. ഇത് ആരെടുത്തോളും? സൂര്യൻ തിരിച്ചെടുത്തോളും ഈ തേജസ്സിനെ, ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഒരു മാതൃത്വ പരാളനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ അതിരഥനും രാധയും ഒക്കെ ഇവിടെ രംഗത്ത് വരുന്നത്. അന്നല്ല, ഇന്നും ഇതൊക്കെ നടക്കുന്നതാണ്. പക്ഷെ കുന്തി തനിക്കുണ്ടായ പുത്രനെ കുഴിച്ചു മൂടുകയോ കക്കൂഫിലിടുകയോ വെളിയിൽ കളയുകയോ അല്ല ചെയ്തത്. ഇനിയും ഇതിൽ കർണന് ആക്ഷേപമില്ല. കുന്തിയെ കണ്ടുമുട്ടുമ്പോൾ അമ്മ ഇതെന്നോട് പറഞ്ഞില്ല എന്നുള്ള അല്ലാതെ ഒരിക്കലും തൻ്റെ മാതൃത്വത്തെ ധിക്കരിച്ചോ അധിക്ഷേപിച്ചോ കർണൻ സംസാരിക്കുന്നില്ല. കർണൻ അപ്പോഴൊക്കെയും അമ്മയോടുള്ള ബഹുമാനം, അമ്മയ്ക്കിത് പറയാമായിരുന്നു നേരത്തെ, ഇത്ര മാത്രമേ ഉള്ളൂ ഈ കർണനെ സംബന്ധിച്ച് അധിക്ഷേപം. അപ്പം മഹാഭാരത വിമർശനങ്ങൾ ഇന്നത്തെ നീതി വ്യവസ്ഥയോ ഇന്നത്തെ സമൂഹ വ്യവസ്ഥയോ മാനിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അത് മഹാഭാരതം മുഴുവൻ പഠിച്ചിട്ട് മഹാഭാരത വ്യാസന ഹൃദയം നന്നായിട്ട് അറിഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് ആ വ്യാസഹൃദയത്തോട് മഹാഭാരതത്തോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ പറ്റിയാൽ ഇന്ന് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. ഈ ഇതിഹാസ പുരാണങ്ങൾ ഇതാണ് മനുഷ്യന് ചെയ്യുന്ന സ്വാധീനം എന്നൊരു തിരിച്ചറിവ് ഈ ഡിബേറ്റ് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സർ. ടീച്ചർ, എനിക്ക് ഒന്നാമതായും അവസാനമായും പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ചോദ്യം കർണനോട് നീതി പുലർത്തുന്നതിൽ ഇതിഹാസത്തിലെ സാമൂഹ്യ വ്യവസ്ഥ പരാജയപ്പെട്ടോ എന്നായിരുന്നു. സാറ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മൾ ആധുനിക കാലത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയുടെ പല ചർച്ചകളിലും നമ്മൾ മഹാഭാരതത്തെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകൾ ഇന്ന് സമൂഹത്തിൽ കേൾക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വരുന്നുണ്ട്.
അവിടെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇരുന്നു കൊണ്ട് അന്നത്തെ കാലത്തെ നീതി വ്യവസ്ഥയോട് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അക്കാലത്തെ സമൂഹവും അക്കാലത്തെ നീതിന്യായ വ്യവസ്ഥയും നിയമവ്യവസ്ഥകളും ഒക്കെ മറ്റു ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠത്തിലും നമ്മുടെ ഭരണഘടനയിലുമാണ് ഇന്ന് നമ്മൾ നീതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കർണന്റെ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ പലപ്പോഴും ഇതിഹാസകാരൻ കൃത്യമായ ഒരു മാനദണ്ഡം പിന്തുടർന്നിരുന്നു. സാർ അത് സൂചിപ്പിച്ചു കൃത്യമായിട്ട്. മാതൃത്വം കർണന് നിഷേധിക്കപ്പെട്ടിട്ടില്ല. കർണന് ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിൽ മറ്റാർക്കുമില്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരന്മാരോടൊപ്പം അർദ്ധരാജ്യം നൽകി ദുര്യോധനൻ. പക്ഷെ അവിടെയൊക്കെ കർണനെ ഉള്ളിലേക്ക് വലിച്ചിരുന്ന കർണന്റെ ഉള്ളിലെ ഒരു ബോധമാണ് കർണനെ എളുപ്പമാണ് അധർമ്മത്തോട് കൂട്ടുപിടിച്ചാൽ, വിജയം നേടിയെടുക്കാനായിട്ട് എളുപ്പമാണ് അധർമ്മത്തോട് കൂട്ടുപിടിച്ചാൽ. ഇതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരാൾ യുദ്ധത്തിൽ താൻ പഠിച്ചതൊക്കെ മറന്നുപോട്ടെ എന്നൊരു ശാപവുമായിട്ടാണ് വരുന്നത്. പരശുരാമന്റെ അടുത്ത് നിന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിയത്. പരശുരാമന്റെ അടുത്ത് മറ്റൊരു പേരിൽ മറ്റൊരു ജാതിയുടെ പരശുരാമന്റെ സ്ഥാപനത്തിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടാണ് വിദ്യാഭ്യസിക്കാൻ കളവ് പറയുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നീചമായ പ്രവൃത്തി കർണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് യുദ്ധത്തിൽ പഠിച്ചതൊക്കെ മറന്നുപോട്ടെ, ഇതുകൊണ്ട് നീ എന്ത് പഠിച്ചോ അത് നിനക്ക് എവിടെയും പ്രയോഗിക്കാൻ പറ്റാതാവട്ടെ എന്നൊരു നിഷേധം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് കർണനെ പഠിക്കുമ്പോൾ കർണന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില സ്വഭാവത്തിലെ വൈകല്യങ്ങളെ കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നല്ല ചർച്ചയായിരുന്നു. രണ്ടുപേരും വളരെ ശക്തമായി തന്നെ വാദിച്ചു. നിങ്ങളുടെ പോയിന്റുകൾ കൂടുതൽ സ്ട്രോങ് ആയിരുന്നു, അവരുടെ പോയിന്റുകൾ കുറച്ചുകൂടി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പോയിന്റുകളായിരുന്നു. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു ടീച്ചർ. അപ്പോൾ കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി മാർക്സ് ചോദിച്ചാലോ? നമുക്ക് ചോദിക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10? ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി പാലക്കാട് 9 ഔട്ട് ഓഫ് 10. 9 ഔട്ട് ഓഫ് 10. ചിന്മയ വിദ്യാലയ പാലക്കാട് 7 ഔട്ട് ഓഫ് 10. 7. നന്ദി സ്വാമിജി. സർ? ചിന്മയ വിദ്യാലയം പാലക്കാട് 7 മാർക്ക്, മഹർഷി വിദ്യാലയം 8 മാർക്ക്. 8 മാർക്ക്. 7 മാർക്ക് ചിന്മയക്ക്, മഹർഷിക്ക് 8 മാർക്ക്. ടീച്ചർ ഔട്ട് ഓഫ് 20 ആണ് കൊടുക്കേണ്ടത്. ചിന്മയ വിദ്യാലയം 17, മഹർഷി 18. ഓക്കെ, ഇനിയിപ്പോൾ ടോട്ടൽ മാർക്ക് എത്ര നോക്കാം. അപ്പൊ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ ചിന്മയ വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് 31 മാർക്കാണ്. ശ്രീ മഹർഷി വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് 35 ഉണ്ട്. നല്ല മാർക്സ് ആണ് രണ്ടു കൂട്ടർക്കും ലഭിച്ചിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസത്തിലാണ് പോയത്, അത് കുഴപ്പമില്ല. എന്തായാലും സന്തോഷമായില്ലേ? അപ്പോൾ കൂട്ടത്തില് മഹർഷി വിദ്യാലയത്തിന് കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടും ശ്രേയ കുറേ പോയിന്റ്സ് പറഞ്ഞതുകൊണ്ടും ശ്രേയക്ക് സന്തോഷം കൂടുതലുള്ളത് കൊണ്ടും നമുക്ക് വേണ്ടിയിട്ടൊരു എന്തോ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടില്ലേ? എന്താ അത്? അത് ഒരു പദ്യാണ്. എന്റെ അമ്മമ്മയുടെ ഫ്രണ്ട് എഴുതിയതാണ്. 4 വരി. 4 വരി. ഓക്കെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ശ്രേഷ്ഠ ഭാരതത്തെ കുറിച്ച്. ശ്രേഷ്ഠ ഭാരതത്തിനെ കുറിച്ചുള്ള ഒരു പദ്യമാണ്, കേൾക്കാം. വിളഞ്ഞിടട്ടെ തെളിഞ്ഞു മിന്നും താരാദ്വിതിയായെങ്ങെങ്ങും, താരാദ്വിതിയായെങ്ങെങ്ങും ഒഴുകിയിടട്ടെ പാരിൽ ഭാരത സംസ്കൃതിയെങ്ങും മേന്മേലെ, സംസ്കൃതിയെങ്ങും മേന്മേലെ പാവന ഭാഗീരഥി പോലെ, പാശുപതാസ്ത്രദ്വിതി പോലെ, പാവന ഭാഗീരഥി പോലെ, പാഞ്ചജന്യധ്വനി പോലെ, പാഞ്ചജന്യധ്വനി പോലെ. എന്തായാലും ഇത് എഴുതിയ ആളുടെ പേരെന്താണ്? സരസ്വതി തമ്പി. ഓക്കെ, പുള്ളിക്കാരിക്ക് ഒരുപാട് താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ഒരു എന്താ പറയുക ടിവിയുടെ മുമ്പിൽ കൂടെയും പറയാണ്, നിങ്ങളും പേഴ്സണലി പോയിട്ട് പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു റൗണ്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ വജ്രവ്യൂഹം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം.
ഭാരതം പൈതൃക ഭാരതത്തിൽ ദാ മകരവ്യൂഹത്തിന്റെ സമയമായിരിക്കാണ്. ആചാര്യസഭയോടൊപ്പം നമ്മുടെ മുരളി മേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്ന സ്കൂൾ HSS പെരിങ്ങോട്. നമസ്തേ, ഇത് സാത്വിക, ഞാൻ അഹല്യ, ഇത് ഋഷിക. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് റോൾ പ്ലേ റൗണ്ടിൽ അവതരിപ്പിക്കുന്നത് സീതയുടെ 3 ഭാവങ്ങളാണ്: വിരഹം, വീര്യം, പ്രണയം. ഇത് മധ്യവയസ്സിൽ, യൗവനത്തിൽ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലുള്ള സീതയുടെ 3 തരത്തിലുള്ള അനുഭവങ്ങൾ, അതുപോലെ ചിന്തകൾ, ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ടാണ് ഞങ്ങളിന്ന് ഇങ്ങനൊരു റൗണ്ടിൽ തയ്യാറായി വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു റോൾ പ്ലേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നത് സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത അധ്യാപകനായിട്ടുള്ള വിശ്വനാഥൻ സാറാണ്. അതുപോലെ തന്നെ ഡിറക്ഷൻ ചെയ്തിട്ടുള്ളത് സാത്വികയുടെ ഋഷികയുടെ അച്ഛനായിട്ടുള്ള അരുൺലാൽ. അദ്ദേഹം സംസ്ഥാന അവാർഡ്, കൊറിയോഗ്രഫിക്ക് സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് റോൾ പ്ലേക്ക് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ഞങ്ങളുടെ സംസ്കൃത അധ്യാപികയായിട്ട് അരുന്ധതി ടീച്ചറാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. HSS പെരിങ്ങോട് ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. അപ്പൊ പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പേര് അഹല്യ, 9ാം ക്ലാസ്സില്. ഋഷിക 6, സാത്വിക 9. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുരാണം ഇതിഹാസത്തിനൊക്കെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ തന്നിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം കാണുന്നുണ്ട്. ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സീത, രാമന്റെ സീത. അപ്പം കോസ്റ്റ്യൂം ഒക്കെ വളരെയധികം ഡിഫറെന്റ് ആയിട്ട്, അതെന്താണ്, പരീക്ഷണമാണ്? കുറച്ചും കൂടി നല്ല സിമ്പിളായിട്ടുള്ളൊരു രീതി എന്ന് നോക്കിയത്. ഓക്കെ, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല. എല്ലാം പെർഫോമൻസിൽ കണ്ടോണം. ഒരു ചിരിച്ചിട്ടുണ്ട്. അത് ഫുൾ സസ്പെൻസ് ആണ്. സസ്പെൻസ്, സർപ്രൈസ് ഒക്കെ. അപ്പൊ എല്ലാവരും ഞെട്ടണം, ഞെട്ടിക്കും, ഞെട്ടിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, ഇതിന്റെ ഏതൊക്കെ ഭാവങ്ങളാണ്? ഞാൻ വിരഹം. വിരഹം, പ്രണയം, പ്രണയം, വീരം. ഓക്കെ, ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത അറിയാലോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് റൂൾസ് ഒക്കെ അറിയോ? ടോട്ടൽ റൂൾസ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ടോട്ടൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന സമയം 7 മിനിറ്റ് ആണ്. പിന്നെ 3 പേർക്ക് ഒരേ സമയം വേണമെങ്കിൽ വേദി യൂസ് ചെയ്യാം. അതല്ല, ഒരാൾക്ക് വന്നു പോയി അങ്ങനെ സ്റ്റേജ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ പെർഫോം ചെയ്ത് മേടിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നാളേക്കമൃതം തെളിക്കും ജനതതിയതൊന്നുയിർക്കൊള്ളുവാൻ കാലാതീതമായി കഥകൾ ചമയ്ക്കുന്നതാം ഇതിഹാസങ്ങളെ കാലത്തിനു ചേരുമാറൊരു ജീവിതമതൊന്നേകുവാൻ കാലേ വന്നു തുണയ്ക്ക സാഹിത്യ സാരസ്വമേ. മുറിപ്പെടുത്തുന്ന വിരഹത്തിനും വിചിത്ര തലങ്ങളോ? പ്രതീക്ഷയുടെ നാമ്പു തരുന്നതല്ലേ എന്നിലെ ആദ്യ വിരഹം? കടൽ കടന്നെത്തുന്ന കാന്തനെ കാത്തു കഴിഞ്ഞു ഞാൻ രാവണക്കോട്ടയിൽ. എന്നാൽ ഇന്നോ എന്നിലെ ഉയിരായ കാന്തനും മാതൃത്വത്തിന് അമൃതമൂട്ടിയ കിടാങ്ങളും നിങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. അനന്തമായ ശൂന്യതയുടെ കാളിമ മാത്രം. അരമനയിൽ വാഴുന്ന അരച്ചന് അപകീർത്തിയാണത്ര ഇവൾ. അകലങ്ങളിൽ വാഴുന്ന ദേവതമാരെ, അരികിൽ വാഴുന്ന ഋഷീശ്വരന്മാരെ അറിയുന്നുവോ? രഘുരാമന്റെ
ജനരഞ്ജനം. രഘുരാമൻ, രഘുകുലം, പുകൾ കൊണ്ട രഘുകുലത്തിലേക്കുള്ള എന്റെ ആദ്യ ചുവടുകൾ, നിറവാർന്ന സ്വപ്നങ്ങൾ, അതെ, വസന്തത്തിന്റെ നിറവായ യൗവനം, കനവുകൾക്കും അപ്പുറം പുകൾ കൊണ്ട രഘുകുലം, അസാധ്യമായത് എന്തും സാധിക്കുന്ന യൗവന തികവാർന്ന രാജകുമാരൻ. അസൂയാവഹമല്ലേ എന്റെ ഈ നേട്ടങ്ങൾ? സ്ത്രീ സൗഭാഗ്യത്തിന്റെ തികവു തന്നെയാണ് ഈ സീത. എന്റെ മനസ്സിതാ ആനന്ദ നടനമാടുന്നു. ആ സ്വപ്നങ്ങൾ എവിടെ? ആ രാജകുമാരൻ എവിടെ? കൊതിച്ച സ്വർഗമെങ്ങ്? വിധിച്ച ജീവിതമെങ്ങ്? ഇത് വികല നിർണയത്തിന്റെ പരിണാമമോ? നിർണയം ആരുടെ? ഫലമോ നിത്യ ദുരിതം? ഇത് വിധിയാണോ? ഇത് വിധിയാണോ? ഇല്ല, വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നാട്ടുകൂട്ടത്തിന് മുൻപിൽ തിളങ്ങുന്നവൻ രഘുനന്ദനൻ. അതന്നായാലും ഇന്നായാലും നാട്ടിൽ മിടുക്കനാകുവാൻ നാടുവിട്ടവൻ രാമൻ. നാട്ടിൽ മിടുമിടുക്കനാകുവാൻ ഈ പത്നിയെ വെടിഞ്ഞവൻ രാമൻ. രഘുകുലത്തിന്റെ കുലവധു ഈ സീത. തെരുവിലെ അടങ്ങാത്ത തേങ്ങലും ഇന്നീ സീത. അവസ്ഥാന്തരങ്ങളുടെ കാരണം നിയതിയോ മാനവ വികൃതിയോ? സ്ത്രീക്കു പഞ്ഞമില്ലാത്തത് അപവാദമൊന്നു മാത്രം. കനവുകളെ കനലാക്കിയ നാടുവാഴി, പത്നിയെ വിട്ടൊഴിയാത്തവന്റെ പത്യാഗവ്യത, എന്റെ രഘുനാഥന്റെ വ്യത. കനവുകൾ കാത്ത കാത്ത കഠിനം കഠിനമീ നില. അവസ്ഥാന്തരങ്ങളിൽ താങ്ങായി നിന്നവൾ ഈ സീത. അപമാനകാരിണിയും ഇന്നീ സീത. തികവറ്റതു തന്നെ തിരുമനസ്സിലെ ചിന്തകൾ. എന്തെന്ത് അനുഭവങ്ങൾ തന്നതാണ് ഈ സ്ത്രീജന്മം. പടവുകളിൽ പതറാത്ത പദചലനങ്ങൾ, ഉറപ്പേകുന്ന ജീവിതം നെയ്യുവോൾ സ്ത്രീ. മുറിപ്പെടുത്തുവോളല്ല, മുറിവുണക്കുവോൾ സ്ത്രീ. ഉണർന്നുറങ്ങുവോളവും പിറന്നു മണ്ണാകുവോളവും ഭൂമിയെപ്പോലെ പിടിവിടാതെ കറക്കുന്നു അവളെ ഭാവത്രയങ്ങൾ. അനുരാഗിണിയും സ്ത്രീ തന്നെ, വിരഹിണിയും അവൾ തന്നെ. ധീരയും വീരയും ഈ സ്ത്രീ തന്നെ. അനുസ്യൂതമായി കറങ്ങുന്ന ഈ ഭൂമി തന്നെയല്ലേ സ്ത്രീ. നാനാ ക്ലേശങ്ങൾ തിങ്ങി വിങ്ങുമീ ജീവിതപാതയിൽ ചേർത്തും പിരിച്ചും പുനരധഗഭീരമാം ഭാവമാർന്നും കാമം എന്നതൊന്നു തന്നെ നാരിക്കുമേലേക്കുമേൽ തേജോവീര്യം ചൊരിഞ്ഞു നിലനിൽപ്പതേതും ദിവ്യൗഷധം. ഭൂമി പിളർന്ന് ആണ്ടുപോയവളല്ല
അങ്ങനെ നമ്മൾ ആ ഒരു പരീക്ഷണം വിജയകരമായിട്ട് അവസാനിപ്പിച്ചു അല്ലേ? ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഇരിക്കുന്നവരൊക്കെ ഇംപ്രസ്ഡ് ആയോ? അറിയില്ല. ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. റെഡി അല്ലേ സ്വാമിജി? എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ അവതരണത്തിൽ ആവിഷ്കരണത്തിൽ പുതുമയുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ നടത്തിയ ചില പരാമർശങ്ങൾ രാമായണത്തിലെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമോ എനിക്ക് ഉറപ്പ്. പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള നമ്മുടെ നമ്പൂതിരി സാറുണ്ട്, അവരൊക്കെ പറയും ഇതിൽ രാമായണം അങ്ങോളം ഇങ്ങോളം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ലോകം മുഴുവൻ രാമനെ അധിക്ഷേപിച്ചാലും സീത രാമനെതിരായിട്ട് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല, ഉച്ചരിക്കുന്നില്ല. കാരണം ശ്രീരാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹരൂപമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവതരണത്തിൽ ഒരു പുതുമയുണ്ട്, അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. പക്ഷേ രാമായണത്തിലെ ആശയങ്ങൾ തന്നെയാണോ, ഇതിഹാസകാരൻ്റെ ആശയങ്ങൾ തന്നെയാണോ ഇവിടെ ധ്വനിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. ഏതായാലും ആ അവതരണ ശൈലിയെ നമ്മൾ അഭിനന്ദിക്കുന്നു, അതിലെ പുതുമയെ ഞാൻ ഉൾക്കൊള്ളുന്നു. കുട്ടികൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, ഇപ്പോൾ കണ്ട സീതയുടെ വിഭിന്ന ഭാവങ്ങളെ 3 കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് സ്വാമിജി സൂചിപ്പിച്ച ഒരു പുതുമ ഉള്ള ഒരു അഭിനയ ചാതുരി കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ സീതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനകൻ്റെ രാജധാനിയിൽ ധാരാളം സുഖലോലുപതകൾ അനുഭവിച്ച് അതിൻ്റെ പാരമ്യതയിലെത്തി എത്രയധികം തോഴിമാരാൽ ചുറ്റപ്പെട്ട് ഭൗതിക സ്ത്രീത്വത്തിൻ്റെ എല്ലാവിധ അനുഭൂതികളും അനുഭവിച്ച് കഴിഞ്ഞ സീത പെട്ടെന്ന് അയോധ്യയിലേക്ക് വരുമ്പോൾ വളരെയധികം മാറ്റത്തിന് വിധേയമാവുകയാണ്. അയോധ്യയിലെ രാജധാനിയിൽ ആ അമ്മമാരോട്, അനുജന്മാരോട്, ഇവരോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ശക്തി സീതയ്ക്ക് പിതാവിൽ നിന്നും, ജനകൻ്റെ രാജധാനിയിൽ നിന്നും ആവോളം ആർജിച്ചിട്ടാണ് സീത വന്നത്. 20 കൈയുള്ള 10 തലയുള്ള ലോകത്തിലുള്ള സകലത്തിനെയും ജയിക്കാൻ കെൽപ്പുള്ള രാവണൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പുൽക്കുടി നുള്ളിയിട്ടിട്ട് ധൈര്യമായിട്ട് പറയാൻ ആ സീതയുടെ വീരത്വം സഹായിച്ചു എന്നുള്ളൊരു സത്യമാണ്. അതാണ് വാസ്തവത്തിൽ വീരഭാവത്തിൽ നമുക്ക് സീതയെ എപ്പോഴും കാണാൻ പറ്റുന്നത്. സീതയ്ക്കില്ലാത്ത ഈ വിഷമവും ദുഃഖവും ആർക്കാ ഉള്ളത്? നമുക്ക്. കാരണം നമ്മളാണിപ്പം സീതയെക്കുറിച്ച്, രാമനെക്കുറിച്ച് ആക്ഷേപം പറയുന്നത്. എന്താണ്? ഉപേക്ഷിച്ചു. സീതയ്ക്കൊരു പരാതിയില്ല. ഇതൊക്കെ സ്വയം ഉള്ളിലൊതുക്കിക്കൊണ്ട് സന്തുഷ്ടയായിട്ട് ജീവിക്കാൻ തക്ക ആത്മവിദ്യയുടെ പാഠം ലഭിച്ചവളാണ് സ്ത്രീ എന്ന കഥാപാത്രം. വാൽമീകി ഉദ്ദേശിച്ചു ഇതാണ്. ആ കഥാപാത്രത്തെ നമ്മൾ അതുപോലെ അറിഞ്ഞ് ആവിഷ്കരിച്ച് ജീവിതം ധന്യമാക്കട്ടെ. അത്രേ. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ, നിങ്ങൾ ഉപയോഗിച്ച ഈ സങ്കേതം അത് വളരെ നന്നായിരുന്നു. അതിന് ഒരു പുതുമയുണ്ടായിരുന്നു. മാത്രമല്ല അത് നമ്മളിവിടെ ഉദ്ദേശിച്ചതുപോലെ തന്നെ സ്ത്രീയിലെ 3 ഭാവങ്ങളും ഒരുപക്ഷെ പരസ്പരം സംവേദനം ചെയ്തിരിക്കാം അല്ലെ? ഒരു വ്യക്തിയിലെ തന്നെ 3 അവസ്ഥകൾ, 3 ഭാവങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. അതിന്റെ പശ്ചാത്തല സംഗീതം വളരെ ഗംഭീരമായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് വളരെ നന്നായിരുന്നു. ആ സങ്കേതം അത് കൂടിച്ചേർന്ന് വന്ന് സമൂഹത്തിലേക്ക് കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ അവസാനിപ്പിക്കലും വളരെ നന്നായിരുന്നു. ഇതിഹാസ കഥാപാത്രങ്ങളോട് അഥവാ ഇതിഹാസകാരനോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്പേസ് ഇതിഹാസത്തിലുണ്ട്. പക്ഷെ അതിന് ഉത്തരം കിട്ടുന്നത് ഇതിഹാസകാരന്റെ വിവക്ഷയ്ക്കനുസരിച്ചായിരിക്കും. വെറുമൊരു ഭാര്യയാണെങ്കിൽ സീതയ്ക്ക് രാമനോട് കലഹിക്കാമായിരുന്നു. പക്ഷെ രാജ്ഞിയായ സീതയ്ക്ക് രാമനോട് കലഹിക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ ചെയ്തതിലെ സാങ്കത്യം എന്ന് പറയുന്നത് സ്ത്രീയായ സീതയ്ക്ക് രാമനോട് കലഹിക്കാം, സ്ത്രീയായ സീതയ്ക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ രാമായണത്തിലെ നായികയായ സ്ത്രീക്ക്, രാജ്ഞിയായ സ്ത്രീക്ക് രാമനോളം തന്നെ ഉത്തരവാദിത്വമുണ്ട്, രാമനോളം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്,
രാമനോളം തന്നെ ധർമ്മനിർവഹണ വ്യഗ്രതയുമുണ്ട്. അപ്പൊ ഈ രണ്ട് സീതയുടെ മനോഭാവങ്ങളുണ്ട് രാമായണത്തിൽ. നിങ്ങൾ അതിൽ കുറച്ചുകൂടി സീതയുടെ ഹൃദയപക്ഷം കണ്ടു എന്നതാണ് ഈ അവതരണത്തിലെ പ്രത്യേകത. ഈ അവതരണം മികച്ചത് തന്നെയായിരുന്നു എന്ന് പെരിങ്ങോട്ട കുട്ടികളെ പിന്നെ അഭിനന്ദിക്കുന്നു. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ. യെസ്, അസലായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്, നന്നായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം വരാം. എനിക്ക് ആ കോസ്റ്റ്യൂംസൊക്കെ വളരെ ഇഷ്ടമായി. നമ്മൾ ഇത് 2019 ശ്രേഷ്ഠ ഭാരതത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ്. എന്നെങ്കിലും ഈ ശിവകാശിയിൽ നിന്നും നമുക്കൊരു മോചനം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു തുടങ്ങിയാണ്. ഇവിടെ അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു, ഗ്ലിംസ്. ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ പല വിധത്തിലേക്കും പോകാം. പക്ഷേ ഇത് നല്ല തുടക്കമാണത്. കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ എമോഷൻസിനും ഓരോ കളേഴ്സ് ചൂസ് ചെയ്തതും നന്നായിരിക്കുന്നു. ആ കളേഴ്സ് അതിനെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പെർഫോമൻസിനെ സഹായിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിവൈസാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു വൈറ്റ് സാരി കൊണ്ടുള്ള ആ ഡിവൈസും വളരെ വളരെ നന്നായിരുന്നു. ഇനി ഞാൻ പെർഫോമൻസിലേക്ക് വരാം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൻ്റെ ഞാനത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. തുടക്കം ഗംഭീരമായി. ശ്ലോകം പാടിയതാരായിരുന്നു? ടീച്ചറെ അസലായിട്ടോ. അരുന്ധതി ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. ഓക്കെ, അസലായി. എനിക്കൊരു സംശയം, വടി എന്തിനായിരുന്നു എന്നുള്ളത് ഞാനൊരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. സീത ഇത് കുറച്ച് വയസ്സായ സീതേനെയാണ് ഇവിടെ കാണിക്കുന്നത്, വയ്യാതായ സീതേനെയാണ് കാണിക്കുന്നത്. അവിടെ രാമൻ വിട്ടുപോയി, വലുതായി, കുട്ടികൾ വിട്ടുപോയി. ആ ഒരു സീതേനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ then so I take it. അങ്ങനെയാണെങ്കിൽ അതിനൊരു ലോജിക് ഉണ്ടെങ്കിൽ I take it. ഓക്കെ, ഡയലോഗ് ഡെലിവറി ഒക്കെ നന്നായിരുന്നു. പക്ഷേ സംഭാഷണം പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പറയുന്ന പോലെ ആയിരിക്കണം, നാടകത്തിൽ പറയുന്ന പോലെ ആവരുത്. ഒരു ശകലം പ്രൊജക്ഷൻ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതാ ആ കാണുന്നത് എന്നൊന്നും പറയേണ്ട, അതാ കാണുന്നത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പറയുള്ളൂ, അല്ലേ? അപ്പം ആ പ്രൊജക്ഷൻ അത് മാത്രമാണ് എനിക്കിതിലൊരു അതും കൂടി ഒന്ന് വരുന്നത്. കാരണം ഇത്രയും വർക്ക് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന പോയിന്റിനേക്കാൾ എത്രയും മുമ്പിലാണ് നിങ്ങളുടെ പെർഫോമൻസ് ഉള്ളത് കേട്ടോ. എത്രയോ മുമ്പിലാണ്. അതിൻ്റെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലാണ് നിങ്ങൾ ഇതിനെ മൊത്തം ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങളുടെ തെറ്റല്ല കേട്ടോ, നിങ്ങളുടെ തെറ്റുമല്ല, നിങ്ങളെ പരിശീലിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ തെറ്റല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ കണ്ട് ശീലിച്ചു വന്നൊരു സാധനമാണ്. അത് അറിയാതെ കിടക്കുന്ന ഒരു സാധനം മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 4 ദിവസങ്ങളിലായിട്ട് കണ്ടതിൽ ഇപ്പോൾ ഈ വന്ന നിങ്ങളുടെ ആ തിയേറ്ററിക്കൽ ചേഞ്ചൊക്കെ ഗംഭീരമാണ് കേട്ടോ. അത് ഇറ്റ്സ് ഒരു വേറൊരു ലെവലിലാണ് നിങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ സീത തിരിഞ്ഞു നിൽക്കുന്നു, സീതയുടെ ചെറുപ്പകാലം കാണുന്നു. അവിടെ മോളൊന്ന് സ്റ്റില്ലായാൽ മതിയായിരുന്നു കേട്ടോ, അത് കണ്ടുകൊണ്ട് നിന്നാൽ മതിയായിരുന്നു. അവിടെ അത്രയും ആക്ഷൻസിൻ്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് നമ്മുടെ ചെറുപ്പകാലം നമ്മൾ കാണുന്നു, അതിനെ അങ്ങനെ നിന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് നന്നായിരുന്നു. തിരിച്ച് മറ്റേ ഭാവത്തിലേക്ക് പോയത്, ആ 3 ഭാവങ്ങളും നന്നായിരുന്നു. അതുപോലെ തന്നെ ടു യൂസ് ദ മെയിൻ സീതയും സീതയുടെ 2 വ്യഭിചാരി ഭാവങ്ങളുമായിട്ടാണ് മറ്റ് 2 വരുന്നത്. അപ്പോൾ ആ മെയിൻ സീതയെ നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങളൊരു നറേറ്ററായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീത നറേറ്ററും കൂടിയാണ്. ഈ പറയുന്ന 7 മിനിറ്റുള്ള ആ നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീതയുടെ നറേഷനിലൂടെയാണ്. സീത മാത്രമായിട്ടല്ല, ഒരു നറേറ്ററും കൂടി. അതൊരു നല്ല തിയേറ്റർ ഡിവൈസാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പക്ഷേ നിങ്ങൾ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ ബ്രില്യൻസിനെയാണ് ഞാൻ നിങ്ങളെയും അരുന്ധതി ടീച്ചർ അടക്കമുള്ള ആ ടീമിനെയാണ് ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. 3 കുട്ടികൾക്കും അതിൻ്റെ പുറകെ പ്രവർത്തിച്ച ടീച്ചേഴ്സിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു മുരളി ചേട്ടാ. അപ്പം നല്ല കമൻസ് ആണ് കിട്ടിയത് അല്ലേ? അപ്പം നിങ്ങൾക്ക് സാധിച്ചു, നിങ്ങൾ എന്തിനാണ് എഫേർട്ട് ഇട്ടത് അത് അവർക്ക് കൺവേ ആവാനായിട്ട് സാധിച്ചു അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, അവനെ ഇപ്പോൾ മാർക്സ് ചോദിച്ചാലോ? ഓക്കെ, സ്വാമിജി ഔട്ട് ഓഫ് 10? 5 out of 10. 5 out of 10. താങ്ക് യു. വിശ്വനാഥൻ സർ ഔട്ട് ഓഫ് 10? 7 out of 10. ടീച്ചർ ഔട്ട് ഓഫ് 10? ഞാൻ 8.5. 8.5 out of 10. ഇനി 20 മാർക്കിൽ തരാൻ പോകുന്നത് 20 മാർക്കിൽ 16 മാർക്കുണ്ട്. 16 മാർക്ക്
അപ്പൊ ഇനി ടോട്ടൽ എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 36.5 ആണ്. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ ആണല്ലോ. എന്തായാലും നിങ്ങളൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചില്ലേ, അതെന്തായാലും അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിലും നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക. കൂടെയുള്ളവരെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ട് ഈ വേദിയിലേക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറാവുമ്പോൾ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൽ ആദ്യത്തെ റൗണ്ടായിട്ടുള്ള നമ്മുടെ വജ്രവ്യൂഹത്തിൽ നമ്മൾ നിഷേധിക്കപ്പെട്ട നീതി, നിഷേധിക്കപ്പെട്ട മാതൃത്വം എന്നൊരു വിഷയത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് റൗണ്ടായിരുന്നു. അതിനുശേഷം മകരവ്യൂഹത്തിൽ നമ്മൾ സീതയുടെ 3 ഭാവങ്ങൾ നമ്മൾ കണ്ടു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.